പ്രണയ വിവാഹത്തിൽ കലിപ്പ്. വരനെ കെട്ടിയിട്ട് മർദ്ദിച്ചു, റോഡിലൂടെ നഗ്നനാക്കി നടത്തി. ഭാര്യ, പിതാവ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ഭൂസാവലിലാണ് ഈ സംഭവം. വീട്ടുകാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി വിവാഹം ചെയ്തതിനാണ് 25-കാരനെ ആ ഭാര്യയുടെ അല്ലെങ്കിൽ ആ നവവധുവിന്റെ വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചത്. തന്റെ എതിർപ്പ് മറികടന്ന് മകളെ വിവാഹം കഴിച്ചതിനാണ് പെൺകുട്ടിയുടെ അച്ഛനും ആ ബന്ധുക്കളും ചേർന്ന് ഇത്തരത്തിൽ ക്രൂരമായിട്ട് ആ വരനെ നേരിട്ടത്. ഭാര്യ പിതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആ യുവാവിനെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. 1.5 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ആ യുവാവും ആ യുവതിയും. അങ്ങനെ അവർ കഴിഞ്ഞ 18-ാം തീയതിയാണ് വിവാഹിതരാകുന്നത്. ഭുസാവൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ 2 പേരും ഞങ്ങൾ വിവാഹിതരായി എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പിന്നീട് അവർ നേരെ ആ യുവാവിന്റെ അമ്മാവിന്റെ വീട്ടിൽ പോയി അവിടെയാണ് താമസിച്ചത്. പോലീസ് ഇക്കാര്യം പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസം വൈകുന്നേരമാണ് ആ സംഭവം. ഏതാണ്ട് 15 പേരടങ്ങുന്ന സംഘം ആ വരന്റെ അമ്മാവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചുകയായിരുന്നു. എന്നിട്ട് ആ ദമ്പതികളെ വലിച്ചിഴച്ച് പുറത്തേക്കിട്ടു. വരനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. പിന്നീട് നഗ്നനാക്കി നടു റോഡിലൂടെ നടത്തി. ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ടാണ് അതിക്രൂര മർദ്ദനം. മർദ്ദിച്ചു എന്ന് മാത്രമല്ല, അവന്റെ വസ്ത്രങ്ങൾ അഴിച്ച് അവനെ കെട്ടഴിച്ചു വിട്ട ശേഷം നടുറോഡിലൂടെ നടത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിവരം അറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി ആ പ്രതികളിൽ ചിലരെ കസ്റ്റഡിയിലെടുത്തു. മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. കോമൾ പാട്ടീൽ, ഹറാംബ് ചൗധരി, സഞ്ജയ് ബാദെ, വിജയ് പാട്ടീൽ, ജ്ഞാനേശ്വർ ഭോയ് എന്നീ ബന്ധുക്കളാണ് അറസ്റ്റിലായത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ വരൻ ഇപ്പോൾ चिकित्सेला. त्या खंबाला त्यांनी मला पूर्ण बांधलं, माझ्या हातपाय बांधून मला तिथं बांधलं आणि मला पूर्ण निर्वस्त्र केलं. तिथून निर्वस्त्र केल्याच्या नंतर त्यांनी माझ्या अंडाशयावरती पण मारहाण केली, पण मी ते कसं तरी बचावलं तिथे. ഈ കോടതിയിൽ പ്രതികളെ ഹാജരാക്കി പോലീസ് ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. എന്താണെങ്കിലും ഞെട്ടിക്കുന്ന ആ സംഭവം അത് ഒരു പ്രണയിച്ചതിന്റെ പേരിലാണ്, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കിയതിന്റെ പേരിലാണ്. ദുരഭിമാന കൊലകൾ നിറയുന്ന ഒരു നാടാണ്. ആ നാട്ടിലാണ് ഇത്തരത്തിൽ അതിദാരുണമായിട്ടുള്ള സംഭവം. കൊലപാതക ശ്രമം, പരിക്കേൽപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ആൾക്കൂട്ട ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിരിക്കുന്നത്. പ്രണയവിവാഹം കഴിഞ്ഞിട്ട് 3 മാസം ഭാര്യയെ കൊലപ്പെടുത്തി ആ നവവരൻ. നിർണായകമായത് വാഷ്റൂമിൽ നിന്നും കണ്ടെത്തിയ സിറിഞ്ച്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നടന്ന സംഭവമാണ്.
വിഷം കുത്തിവെച്ചാണ് ഭാര്യയെ ആ ഭർത്താവ് കൊന്നത്. 23-കാരിയായ നഴ്സ് കാജലിനെയാണ്, റേഡിയോളജിസ്റ്റാണ് ആ ഭർത്താവ്. അവന്റെ പേര് അരുൺ ശർമ്മ. അങ്ങനെ കാജലിനെ അരുൺ ശർമ്മ സിറിഞ്ചിൽ വിഷം നിറച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആ കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഭർത്താവ് അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാസിയാബാദിലെ ബഹത്ത ഹാജിപൂർ സ്വദേശിയാണ് ഈ അരുൺ. പോലീസ് പറയും 18 मार्च को गुड़गांव पुलिस को एक शिकायत मिली थी कि काजल नाम की लड़की की डेथ हुई है। अस्पताल से हमें इस बारे में इंफॉर्मेशन मिली। मौके पे जाके हमने बयान लिखे। बयान में मृतका के भाई ने अपनी स्टेटमेंट दी कि 3 महीने पहले इनकी शादी हुई थी और इसके पति ने दहेज के लिए बार बार परेशान करता हूँ, दहेज के लिए उसकी बहन की हत्या की है। जिस संबंध में हमने अपनी तफ्तीश स्टार्ट की और तफ्तीश के दौरान हमने आरोपी है जो अरुण शर्मा नाम के युवक को गिरफ्तार किया है। तो दोनों मेडिकल लाइन से थे और आरोपी ने कोई इंजेक्शन लगा के मृतका का वो हत्या की है। अक्सर नशे की पूर्ति के लिए दोनों में झगड़ा होता था। आरोपी का हमने 3 दिन का पुलिस रिमांड लिया है, जो मामले में गहनता से जांच की जाएगी। ഗുരുഗ്രാമിലെ ഒരു നഴ്സിംഗ് ഹോമിൽ ഒന്നിച്ച് ജോലി ചെയ്തവരായിരുന്നു ഈ അരുണും കാജലും. അരുൺ ശർമ്മ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോളജിസ്റ്റ് ആണ് അവിടെ. കാജൽ ആ നഴ്സിംഗ് ഹോമിലെ നഴ്സും. മണിക്കൂറുകളോളം ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന പരിചയം. അങ്ങനെ ആ ബന്ധം ഒരു സൗഹൃദത്തിലേക്ക് എത്തി. പിന്നീട് അത് പ്രണയമായി മാറി. ഏറ്റവും ഒടുവിൽ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഈ കഴിഞ്ഞ നവംബറിലായിരുന്നു അവരുടെ വിവാഹം. വിവാഹം കഴിഞ്ഞു കുറച്ചുനാൾ വളരെ സന്തോഷത്തോടുകൂടി അവർ ജീവിച്ചു. പക്ഷെ പിന്നീട് നിസ്സാര കാര്യങ്ങൾക്ക് ഈ അരുൺ ഭാര്യയെ ഉപദ്രവിക്കാൻ തുടങ്ങി. സ്ത്രീധനം ആവശ്യപ്പെട്ട് കാജലിനെ നിരന്തരം മർദ്ദിക്കുമായിരുന്നു എന്നാണ് കാജൽ അവളുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഈ അരുൺ ലഹരിക്ക് അടിമയാണ് എന്നാണ് കാജലിന്റെ ബന്ധുക്കൾ പറയുന്നത്. ലഹരിക്ക് അടിമയായിട്ടുള്ള ഇയാൾ ഈ ലഹരി ഉപയോഗിച്ച ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കാജലുമായി വഴക്കിടുക പതിവാക്കി. ഏറ്റവും ഒടുവിൽ മാർച്ച് മാസം 4-ാം തീയതി മുതൽ കാജലിന്റെ വീട്ടിലേക്ക് അവരെത്തി. അവിടെയായിരുന്നു താമസം. ഹോളി ആഘോഷത്തിന് വേണ്ടി എത്തിയതാണ് കാജലും അരുണും അവളുടെ വീട്ടിൽ. 17-ാം തീയതി രാത്രി മദ്യപിച്ച് അരുൺ കാജലിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ മദ്യലഹരിയിൽ അരുൺ അന്നും കാജലിനെ മർദ്ദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് കാജലിനെ ഇരുനില വീടിന്റെ താഴത്തെ നിലയിലേക്ക് അരുൺ വിളിച്ചുകൊണ്ടു പോകുന്നത്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതേ ഉള്ളൂ. മൂക്കിലൂടെ ചോരയൊലിച്ച് അബോധാവസ്ഥയിൽ ഈ കാജലിനെ അവളുടെ വീട്ടുകാർ കണ്ടെത്തി. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീടാണ് ഈ വാഷ്റൂമിൽ ടോയ്ലറ്റിൽ നിന്ന് ഒരു സിറിഞ്ച് കണ്ടെത്തുന്നത്. അതാണ് ഈ കേസിൽ നിർണായകമായത്. കാജലിന്റെ കുടുംബം പോലീസിനെ ആ സിറിഞ്ച് കിട്ടി വിവരം അറിയിച്ചു. മാത്രമല്ല അരുൺ മകളെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള സംശയം ഉന്നയിക്കുന്നതും കാജലിന്റെ വീട്ടുകാർ തന്നെയാണ്. കാരണം അവർക്കറിയാം പതിവായി തങ്ങളുടെ മകളോട് അവൻ ചെയ്തിരുന്ന ക്രൂരതകൾ. പിന്നാലെ അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അരുണിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ വളരെ പെട്ടെന്ന് തന്നെ അരുൺ കുറ്റം സമ്മതിച്ചു. ഭാര്യയെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്ന്. അങ്ങനെ പ്രണയിച്ച് വിവാഹിതരായവരാണ്. ആ വിവാഹബന്ധം, ആ ദാമ്പത്യം നീണ്ടത് കേവലം 3 മാസം മാത്രമാണ്. ഒടുവിൽ ആ ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. ലഹരിയിലായിക്കോട്ടെ, പ്രണയത്തിന്റെ അന്ത്യം ഇത്തരത്തിലായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.